എത്ര നാളായടാ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്നാ ഒന്ന് രക്ഷപ്പെടുന്നതെന്ന് ആലോചിക്കുമായിരുന്നു. അതിനിപ്പോൾ നിനക്കെന്നാ പറ്റിയെന്നാ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങോട്ട് ക്ലിക്കാകുന്നില്ലടോ ഒന്നും. ഈ സിനിമ എന്ന് പറഞ്ഞ നടന്ന് വീട്ടുകാരും നാട്ടുകാരും വരെ വെറുത്തു തുടങ്ങി. എടാ, നീ ഞാൻ പറഞ്ഞ ആളെ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചായിരുന്നോ ഇടയ്ക്ക്? പുള്ളി അടുത്ത പ്രാവശ്യം എറണാകുളം പോകുമ്പോൾ കൊണ്ടുവന്നാ പറഞ്ഞു. പുള്ളി പൈസ അടിക്കാനുള്ള നമ്പർ വല്ലതും ആടേ. പക്ഷേ പുള്ളി 1-2 പേരെ സിനിമ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറഞ്ഞാലേ ആരും കോപ്പും കൊണ്ട് തരത്തില്ല. കഷ്ടപ്പെടണം. എൻ്റെ പൊന്നള ഈ അലച്ചിലൊന്നും പോരാഞ്ഞിട്ടാണോ? നീ ചുമ്മാ അവനെ മൂപ്പിക്കാതെ. ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? ഹലോ. ആ സജൻ ഭായ്, ഞാൻ വിളിച്ചിരുന്നു. ആ ആ ആ ആ, നമ്മുടെ സിനിമയുടെ കേസ്. എടാ, ഞാൻ നാളെ എറണാകുളം പോകുന്നുണ്ട് കേട്ടോ. നീ വരുന്നേ പോരെ? ആ, ഓക്കെ ഓക്കെ, പോയേക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കുറച്ച് പൈസ വേണം. നമുക്ക് കുറച്ച് കറങ്ങാനൊക്കെ ഉള്ളതാ. പിന്നെ പോകാനായിട്ട് വണ്ടി എടുക്കണം. ആ ആ, അതൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം. എന്നാ ഓക്കേടാ. പിന്നെ നാളെ രാവിലെ 6 മണിക്ക് തന്നെ പോകണം. എന്നെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യാൻ വേണം കേട്ടോ. ആ, ഓക്കെ ആയിക്കോട്ടെ. ആ, എന്നാ പറഞ്ഞേ പുള്ളി? നാളെ വെളുപ്പിനെ പോകണമെന്നാണ് പറയുന്നത്. എടാ, ഞാൻ ഇല്ല കേട്ടോ. എനിക്ക് മൂന്നാറിന് ട്രിപ്പുണ്ട്. 3-4 ദിവസത്തെ ഓട്ടോ ഉള്ളോ. നിങ്ങൾ പോയിട്ട് പോ. നമുക്ക് രണ്ടു കൂടി എന്നാൽ പോവാം. പൈസയും വണ്ടിയും റെഡി ആവണം. എടാ, പൈസ ഞാൻ തരാം. വണ്ടിയുടെ ടെസ്റ്റിങ്ങിനോട് മാറ്റി വെച്ചേക്കുന്ന അടുത്ത ആഴ്ച തരുമോ? എടാ, അത് തരാം. പിന്നെ വണ്ടി നീ ഏതാ പറഞ്ഞേ? പെട്രോൾ അടിച്ചാൽ മതി. നമ്മുടെ അളിയൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോവാം.